നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിവാഹിതയായ യുവതിയും മറ്റൊരാളുമായുള്ള സ്വകാര്യ രംഗങ്ങൾ രഹസ്യമായി ഫോണിൽ ചിത്രീകരിച്ച് ഭീഷണിപ്പെടുത്തി കണ്ണൂർ ആലക്കോടാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. രണ്ടുപേർ പിടിയിലായിരിക്കുകയാണ്. പിടിയിലായത് നടുവിൽ സ്വദേശികളായ ഷമൽ, ലത്തീഫ് എന്നിവരാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് കേസിനാസ്പദമായ സംഭവവികാസങ്ങൾ അരങ്ങേറിയത്. വിവാഹിതയായ യുവതിയുടെ വീട്ടിൽ ആലക്കോട് സ്വദേശിയായ സുഹൃത്ത് എത്താറുണ്ട്. പ്രദേശവാസികളും സഹോദരങ്ങളുമായ ശ്യാമും ഷമലും ഇത് മനസ്സിലാക്കുന്നു. പിന്നീട് ഒരു ദിവസം ഒളിച്ചിരുന്ന് ഇരുവരുടെ സ്വകാര്യ രംഗങ്ങൾ രഹസ്യമായി മൊബൈലിൽ ഇവർ ചിത്രീകരിച്ചു. ഇത് കാട്ടി യുവതിയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. പണം തരണമെന്നും അല്ലെങ്കിൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്നും പ്രതികൾ യുവതിയെ ഭീഷണിപ്പെടുത്തി. യുവതിയുടെ പക്കൽ നിന്നും പ്രതികൾ പണം കൈപ്പറ്റി ഇവരുടെ ഭീഷണിക്ക് വഴങ്ങി യുവതി ഇവർക്ക് പണം നൽകുകയും ചെയ്തു. മാത്രമല്ല, ഈ പണം കിട്ടിയതോടെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തുവെന്ന് യുവതിയെ വിശ്വസിപ്പിക്കുകയും ചെയ്തു. പക്ഷേ കുറച്ചു ദിവസത്തിനകം പ്രതികൾ വീണ്ടും പണം ആവശ്യപ്പെട്ടു. ഒപ്പം ഇവരുടെ സുഹൃത്തായ ലത്തീഫിനും ദൃശ്യങ്ങൾ നൽകുകയായിരുന്നു. ലത്തീഫ് ഈ ദൃശ്യം യുവതിയെ കാണിച്ച് തനിക്ക് ലൈംഗികമായി വഴങ്ങണമെന്ന് ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ ഇത് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തി. ഇതോടെ യുവതി കുടിയാൻമല പോലീസിൽ പരാതി നൽകി. പ്രതികളായ ഷമലിനെ, ലത്തീഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റൊരു കേസിൽ നേരത്തെ ശ്യാം ജയിലിലാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കേസിൽ ഒന്നാം പ്രതി ശ്യാം മറ്റൊരു കേസിൽ റിമാൻഡിലായിരിക്കുകയാണ്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. വാഹന അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച നെടുമ്പാശ്ശേരി വട്ടപ്പറമ്പ് സ്വദേശി ബിജുവിന്റെ ഹൃദയം ഇനി കൊല്ലം സ്വദേശിയായ 13-കാരിയിൽ തുടിക്കും. കൊല്ലം സ്വദേശിയായ 13-കാരിയുടെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ കൊച്ചി ലിസി ആശുപത്രിയിൽ പൂർത്തിയായി. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നിന്ന് ഹൃദയം എത്തിച്ചതിന് ശേഷം പുലർച്ചെ 1:30 ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ തുടങ്ങിയത്. പുലർച്ചെ 3:30 തന്നെ ഹൃദയം കുട്ടിയിൽ സ്പന്ദിച്ചു തുടങ്ങി. വരുന്ന 48 മണിക്കൂറുകൾ നിർണായകമെന്ന് ലിസി ആശുപത്രിയിലെ ഡോക്ടർമാർ അറിയിച്ചു. വാഹന അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച അങ്കമാലി സ്വദേശി ബിൽജിത്തിന്റെ ഹൃദയമാണ് 13-കാരിയായ പെൺകുട്ടിക്ക് നൽകിയത്. കാലടി ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജ് 1-ാം വർഷ വിദ്യാർത്ഥിയായിരുന്ന ബിൽജിത്തിന്റെ വൃക്കകൾ, കണ്ണ്, ചെറുകുടൽ, കരൾ എന്നിവയും ദാനം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ശസ്ത്രക്രിയയ്ക്കായി ലിസി ആശുപത്രിയിൽ എത്താനുള്ള സന്ദേശം പെൺകുട്ടിയുടെ കുടുംബത്തിന് കിട്ടിയത്. തുടർന്ന് 7 മണിയോടെ ആശുപത്രിയിൽ എത്തുകയായിരുന്നു. കഴിഞ്ഞ 3 വർഷമായി ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ചികിത്സയിലായിരുന്നു പെൺകുട്ടി. സർക്കാർ സംവിധാനങ്ങളും ജനവും ഒന്നിച്ച് തിരുവനന്തപുരത്ത് നിന്നും മസ്തിഷ്ക മരണം സംഭവിച്ച ഐസക് ജോർജിന്റെ ഹൃദയം കൊച്ചിയിലെത്തിച്ച് ഒരു ദിവസം പിന്നിട്ടപ്പോഴാണ് വീണ്ടും ഇത്തരത്തിലൊരു അവയവദാനം എന്ന വാർത്ത വരുന്നത്. 6 പേർക്ക് പുതുജീവൻ നൽകിയിരിക്കുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ അറിഞ്ഞതാണ് ഐസക് എന്ന വാഹനാപകടത്തിൽ മരിച്ച ഐസക്കിന്റെ ഹൃദയം മാറ്റിവെച്ച സംഭവം. കഴിഞ്ഞ ദിവസമായിരുന്നു അത് തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിലേക്ക് കൊണ്ടുപോയത്. എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിലുള്ള 28-കാരനിലേക്കാണ് ഹൃദയം തുന്നിച്ചേർത്തത്. മസ്തിഷ്ക മരണം സംഭവിച്ച കൊട്ടാരക്കര സ്വദേശി ഐസക് ജോർജിന്റെ അവയവദാനത്തിന് സമ്മതം നൽകിയത് ഭാര്യ നാൻസിയായിരുന്നു. എല്ലാവരെയും സഹായിക്കുന്ന മനസ്സിന്റെ ഉടമയായിരുന്നു ഐസക്. 6 കുടുംബങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന നല്ലൊരു കാര്യത്തിന് കാരണമായതിൽ സന്തോഷമുണ്ട് എന്ന് നാൻസി പ്രതികരിച്ചു. കൊച്ചിയിലെ ഹോട്ടൽ ഗ്രാൻഡ് ഹയാത്തിലെ ഹെലിപ്പാഡിൽ വ്യാഴാഴ്ച 1:28 എയർ ആംബുലൻസ് എത്തിയത്. 1:33 ഹൃദയം എറണാകുളം ലിസി ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിലെ 29ാമത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയാണിത്. ആംബുലൻസ് ഡ്രൈവർ റോബിൻ 4 മിനിറ്റ് കൊണ്ടാണ് ഹൃദയം ഹയാത്തിൽ നിന്ന് ആശുപത്രിയിൽ എത്തിച്ചത്. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ നടന്നത്. ഹൃദയം സ്വീകരിക്കുന്ന അങ്കമാലി സ്വദേശി അജിൻ ഏലിയാസ് 5 വർഷമായി ചികിത്സ തേടുന്നുണ്ടായിരുന്നു. കിംസ് ആശുപത്രിയിൽ നിന്നും എയർ ആംബുലൻസിൽ കൊച്ചിയിലെത്തുന്ന ഐസക്കിന്റെ ഹൃദയം ഇനി മുതൽ ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അജിൻ എന്ന യുവാവിന്റെ ശരീരത്തിൽ ജീവന്റെ തുടിപ്പ് നിലനിർത്തും. കരൾ, വൃക്കകൾ, കണ്ണിന്റെ കോർണിയ അടക്കം ഐസക്കിന്റെ 6 അവയവങ്ങളാണ് 6 പേർക്ക് പുതുജീവൻ നൽകുന്നത്. കൊട്ടാരക്കര സ്വദേശിയും ഹോട്ടൽ ഉടമയുമായ ഐസക് ജോലി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് എതിരെ വന്ന വാഹനമിടിച്ച് പരിക്കേൽക്കുന്നത്. അപ്പോൾ തന്നെ തിരുവനന്തപുരം ആശുപത്രിയിലേക്ക് എത്തിച്ചു. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന ഐസക്കിന് കഴിഞ്ഞ ദിവസം മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു. തുടർന്ന് ബന്ധുക്കൾ അവയവദാനത്തിനുള്ള സന്നദ്ധത അറിയിക്കുകയായിരുന്നു. ഈ മാസം 6 കൊട്ടാരക്കര കിഴക്കേ തെരുവ് പള്ളിമുക്കിൽ വെച്ചാണ് അതിവേഗത്തിലെത്തിയ ബൈക്ക് ഐസക്കിനെ ഇടിച്ചു തെറിപ്പിച്ചത്. ഉടൻ കൊട്ടാരക്കരയിലെ സർക്കാർ ആശുപത്രിയിൽ, പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. തലച്ചോറിലെ പരിക്ക് ഗുരുതരമാണെന്ന് കണ്ടെത്തിയതോടെ കിംസ് ആശുപത്രിയിലേക്ക് മാറ്റി. ബുധനാഴ്ചയായിരുന്നു മരണം സംഭവിച്ചത്. 12:30 ഹൃദയവുമായി ഡോക്ടർമാർ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും എയർ ആംബുലൻസിൽ കൊച്ചിയിലേക്ക് പറന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം ആഭ്യന്തര വകുപ്പിന്റെ ഹെലികോപ്റ്ററിലാണ് ഹൃദയം കൊണ്ടുപോയത്. ഐസക്കിന്റെ ഒരു വൃക്ക തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിലെയും നേത്രപടലങ്ങൾ തിരുവനന്തപുരം ഗവൺമെന്റ് കണ്ണാശുപത്രിയിലെയും മറ്റൊരു വൃക്കയും കരളും തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെ രോഗികൾക്ക് നൽകി. കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ
ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലായിരുന്നു അവയവ കൈമാറ്റ നടപടി. യുവ വ്യവസായി കൂടിയായിരുന്നു ഐസക് ജോർജ്. ആകസ്മിക മരണം, അപ്രതീക്ഷിത മരണം നാടിനെ സങ്കടപ്പെടുത്തി. പക്ഷേ 6 പേർക്ക് പുതുജീവിതമേകി എന്നത് വളരെ ആശ്വാസം അല്ലെങ്കിൽ മാതൃകാപരമായ ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ധനമന്ത്രി KN ബാലഗോപാൽ, ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാർ എന്നിവർ കുടുംബത്തിന്റെ ജീവകാരുണ്യ മനസ്സിനെ പ്രശംസിച്ചു. തീരുമാനം മാതൃകാപരമാണെന്ന് കാട്ടി കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന് സാമൂഹ്യ മാധ്യമത്തിൽ കുറിപ്പിട്ടു. DYFI പത്തനാപുരം ബ്ലോക്ക് കമ്മിറ്റിയുടെ കീഴിലെ വടകോട് യൂണിറ്റിന്റെ പ്രസിഡന്റായിരുന്നു ഐസക്കിന്റെ ഭാര്യ നാൻസി മറിയം, മകൾ അമേലിയ, നാൻസി ഐസക്, സഹോദരങ്ങൾ GGC ജോർജ്, CGC ജോർജ് എന്നിവരാണ്. അതേസമയം ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. കഴിഞ്ഞ ദിവസം പാലക്കാട് നെന്മാറയിലുണ്ടായ വാർത്തയാണ്. വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിന് കാമുകിയെയും അച്ഛനെയും ആക്രമിച്ച യുവാവ്. പാലക്കാട് നെന്മാറയിലാണ് കാമുകിയെ അച്ഛനെ യുവാവ് വീട്ടിൽ കയറി വെട്ടിയത്. മേലാർക്കാട് സ്വദേശി ഗിരീഷാണ് പ്രതി. സ്വകാര്യ ബസ് ജീവനക്കാരനായ ഗിരീഷും 22-കാരിയും 4 വർഷമായി അടുപ്പത്തിലായിരുന്നു. 1.5 വർഷം മുമ്പ് യുവതി വിദേശത്ത് ജോലിക്ക് പോയി. ഗൾഫിൽ അക്കൗണ്ടന്റിന് ജോലി നേടിപ്പോയതായിരുന്നു യുവതി. നാട്ടിൽ അവധിക്ക് വന്ന യുവതിയോട് ഗിരീഷ് വിവാഹകാര്യം സംസാരിച്ചു. എന്നാൽ ബസ് ഡ്രൈവർ ആയതിനാൽ തന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചതാണ് ആക്രമണത്തിന് കാരണമെന്നാണ് ഗിരീഷ് മൊഴി നൽകിയത്. സഹായം ചെയ്തത് താനാണെന്നും വിദേശത്ത് ജോലി കിട്ടിയതോടെ തന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നും ഗിരീഷ് പോലീസിൽ മൊഴി നൽകി. ഗിരീഷിന്റെ കയ്യിൽ യുവതിയുടെ പേരും മുഖവും പച്ചകുത്തിയിട്ടുണ്ടായിരുന്നു. വൈകിട്ട് മദ്യലഹരിയിൽ വീട്ടിലെത്തിയ ഗിരീഷ് കിടപ്പുമുറിയിൽ ഉണ്ടായിരുന്ന യുവതിയെ വെട്ടുകയായിരുന്നു. തടയാൻ ചെന്ന അച്ഛനെയും വെട്ടുകത്തി കൊണ്ട് വെട്ടി. കൈക്കും മുതുകിനുമാണ് യുവതിക്ക് പരിക്കേറ്റത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.